ഫ്രണ്ട്സ്, സാന്ദ്രാസ് വേദിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്ന കഥ ഞാനൊരു ചാറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട മനുവുമായി ആദ്യമായി കണ്ടതും അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പണി തീരാതെ നിർത്തിപ്പോയ ഒരു വില്ല സ്ഥലത്ത് വെച്ച് കളിച്ചതുമാണ്. എല്ലാവരോടും ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അത് നേരത്തെ സംഭവിച്ചതാണ്. പിന്നെ കഥയായി പറയുന്നത് കൊണ്ട് അത് ഒരുപാട് ദിവസം കൊണ്ട് സംഭവിച്ചതാണെന്നെങ്കിലും അത്രയും കാര്യങ്ങൾ വിശദീകരിച്ച് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പലതും പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഒരിക്കൽ മൊബൈലിൽ ഒരു പരസ്യം കണ്ടാണ് ഞാനൊരു ചാറ്റിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തത്. അതിലൂടെ എനിക്ക് കുറച്ച് കൂട്ടുകാരെയും കിട്ടി. അവരുമായി എന്നും ചാറ്റ് ചെയ്യുമായിരുന്നു. ചിലർ രാത്രിയായാൽ ചൂടൻ ചാറ്റുകളുമായി വരുമായിരുന്നു. ചിലതൊക്കെ എൻജോയ് ചെയ്തിരുന്നെങ്കിലും പലരുടെയും വൃത്തികെട്ട വാക്കുകൾ വിളിച്ചുകൊണ്ടും മറ്റുമുള്ള ചാറ്റുകൾ എനിക്ക് ഇഷ്ടമല്ലാതായി തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് മനുവുമായി കൂട്ടാകുന്നത്. മനു എറണാകുളം തന്നെയുള്ള ആളായിരുന്നു. എന്നേക്കാളും 2 വയസ്സിനോ ഇളയതായിരുന്നു മനു. എങ്കിലും എന്നെ എടി പൂടി എന്നൊക്കെയായിരുന്നു വിളിച്ചിരുന്നത്. അവൻ കല്യാണം കഴിച്ചിട്ടില്ല. വീട്ടിൽ അച്ഛനും അമ്മയുമുണ്ട്. അവർ കൃഷിയുമൊക്കെയായി ജീവിക്കുന്നു. മനു ഇടയ്ക്ക് മറ്റു പണികൾക്കുമൊക്കെ പോകുന്നു. അവനുമായി ചാറ്റ് ചെയ്ത് ക്രമേണ ഞങ്ങൾ നല്ല കൂട്ടുകാരായി. ഒരു ദിവസം അവനോട് ഞാൻ ഈ ആപ്പ് ഡിലീറ്റ് ആക്കാൻ ആലോചിക്കുകയാണെന്ന് പറഞ്ഞു. കാരണങ്ങൾ പറഞ്ഞപ്പോൾ അവൻ അങ്ങനെയാണെങ്കിൽ കളഞ്ഞുകൊള്ളാൻ പറഞ്ഞു. ചാറ്റ് ചെയ്യാനായി ഞങ്ങൾ വാട്സപ്പ് നമ്പർ പരസ്പരം കൈമാറി. പിന്നെ അതിലൂടെയായി ഞങ്ങളുടെ ചാറ്റിംഗ് മുഴുവൻ. ഞങ്ങൾ ആദ്യമൊക്കെ നോർമൽ ചാറ്റിംഗ് ആയിരുന്നു. പിന്നെ ഓരോരോ ചൂടൻ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അവൻ കല്യാണം കഴിക്കാത്തത് കാരണം പലതും ചെയ്യാൻ താല്പര്യമാണെന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ മെല്ലെ ഞങ്ങളുടെ ചാറ്റിംഗ് മറ്റു പലതിലേക്കും വഴിമാറി. ആദ്യമൊക്കെ വല്ലപ്പോഴുമൊക്കെയാ അങ്ങനെ ചാറ്റ് ചെയ്യുന്നത്. പിന്നെ അവൻ മിക്ക ദിവസങ്ങളിലും അങ്ങനെയൊക്കെ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരിക്കൽ പോലും അവൻ എന്നോട് ഫോട്ടോയോ വീഡിയോ കോൾ ചെയ്യാമെന്നോ പറഞ്ഞ് നിർബന്ധിക്കില്ലായിരുന്നു. ഞങ്ങൾ സാധാരണ മെല്ലെ വിശേഷങ്ങൾ പറഞ്ഞ് കൂടെ കിടന്നുറങ്ങുന്നത് പോലെ സങ്കല്പിച്ചൊക്കെയാണ് ചാറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബോറിംഗ് ആയി തോന്നിയതേയില്ല. ഇടയ്ക്ക് പകൽ അവൻ ഫ്രീ ആണെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. എങ്കിലും അവൻ അപ്പോൾ ചാറ്റ് ചെയ്യാനൊന്നും പറയുകയില്ലായിരുന്നു. ഒരിക്കലും രാത്രി ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യാറില്ലായിരുന്നു. ഒരു ദിവസം പകൽ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ എന്നെ ഒന്ന് ഡ്രസ്സില്ലാതെ കാണണമെന്ന് പറഞ്ഞു. ആദ്യം ഞാനൊന്ന് മടിച്ചെങ്കിലും അവൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇട്ടിരുന്ന നെറ്റി മെല്ലെ പൊക്കി കാണിച്ചു കൊടുത്തു. അവൻ കുറേ നേരം അതിൽ നോക്കിയിരുന്നിട്ട് എന്നോട് എന്തൊക്കെയോ കാട്ടാൻ പറഞ്ഞു. ഞാനത് കാണിച്ചു തന്നു. അവൻ എനിക്കും കാണിച്ചു തന്നു. അങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് മൂടായി. അങ്ങനെ ഞങ്ങൾ അന്ന് ആദ്യമായി വീഡിയോ കോൾ ചെയ്തുകൊണ്ട് അത് ചെയ്തു. പിന്നെ പകൽ ഇടയ്ക്കിടെ അങ്ങനെ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. ആ ഇടയ്ക്കായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട് കയറി കൂടലിന് പോകേണ്ടതായി വന്നത്. വൈകുന്നേരമായിരുന്നു അവർ റിസപ്ഷൻ വെച്ചിരുന്നത്. ഞാൻ അവളുടെ വീട്ടിൽ പോകുന്ന കാര്യം അവനോട് പറഞ്ഞു. അവളുടെ വീടിന്റെ സ്ഥലം പറഞ്ഞപ്പോൾ അങ്ങോട്ട് അവൻ്റെ വീടിനത്തിൽ പോകാമെന്ന് അവനും പറഞ്ഞു. അന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണണമെന്ന് അവർ പറഞ്ഞു. പോകാനിറങ്ങിയപ്പോൾ ലേറ്റ് ആയതിനാൽ ഞാൻ എളുപ്പമുള്ള വഴിയാണ് അങ്ങോട്ട് പോയത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് അവനോട് അവിടെ എത്തിയെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അവൻ എന്നെ ഉടനെ വിളിച്ചു. അവൻ എന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അതിലെ ചെല്ലാത്തതിന് എന്നോട് വഴക്കുണ്ടാക്കി. ഞാൻ തിരിച്ചു വരുമ്പോൾ അതിലെ വരാമെന്ന് പറഞ്ഞു. എപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങുമ്പോൾ വിളിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞു. അവിടെ പരിപാടി കഴിഞ്ഞ് ആഹാരം കഴിക്കാൻ 7 മണി കഴിയുമെന്ന് അവൾ പറഞ്ഞു. ഞാൻ അത്രയും ലേറ്റ് ആകുമെന്ന് അവനോട് പറഞ്ഞപ്പോൾ അവൻ വേഗം ഇറങ്ങാൻ പറഞ്ഞു എന്നെ നിർബന്ധിച്ചു. ഞാൻ അവളോട് അല്പം നേരത്തെ പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൾ ആദ്യം സമ്മതിച്ചില്ല. എനിക്ക് അവളുടെ വീട്ടിൽ നിന്നും ഒരു 1.5 മണിക്കൂറിന് മേലെ യാത്രയുണ്ട്. അവരുടെ നിർബന്ധം സേക്കാതായപ്പോൾ ഞാൻ ഉടനെ ഇറങ്ങാന്ന് വെച്ചു. അവളോട് പറഞ്ഞിട്ട് അവൾ തന്ന പലഹാരങ്ങൾ മേടിച്ച് ഞാൻ ഉടനെ അവിടെ നിന്നും ഇറങ്ങി.
അവിടെ നിന്നും ഇറങ്ങിയ ഉടനെ ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു. അന്നേരം നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. എനിക്ക് അവളുടെ വീട്ടിൽ നിന്നും ഒരു അരമണിക്കൂർ അധികം ദൂരമുണ്ടായിരുന്നു. ഞാൻ അവൻ്റെ അവിടെ എത്താറായപ്പോൾ അവനെ വിളിച്ചു. അന്നേരം നന്നായി ഇരുട്ടി തുടങ്ങിയിരുന്നു. അവൻ റോഡിലുണ്ടെന്ന് പറഞ്ഞു. വണ്ടി അവൻ്റെ അടുത്തെത്തിയപ്പോൾ അവൻ വന്ന് വാതിൽ തുറന്ന് അകത്ത് കയറി. എന്നിട്ട് എന്നോട് വണ്ടി എടുത്തോളാൻ പറഞ്ഞു. അല്പം ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി സൈഡിൽ ഒതുക്കി. അവൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ദേഷ്യപ്പെട്ടതിന് സോറി പറഞ്ഞു. സാരമില്ലടാ, നീ പറയാതെ പോയത് കൊണ്ടാ എനിക്ക് ദേഷ്യം വന്നത്. സോറി, ഞാൻ നിന്നെ ഇവിടെ കാത്തിരുന്നതായിരുന്നു. അത് കുഴപ്പമില്ലടാ, ഞാൻ ഇറങ്ങിയത് ലേറ്റായിയാണ്, അതാണ് ഇതിലെ വരാതിരുന്നത്. ലേറ്റായതിനാൽ ഞാൻ വേഗം പോയിട്ട് വരാമെന്ന് വെച്ചു. സോറി. ഇനി നീ നേരെ വീട്ടിലേക്കല്ലേ? അതേടോ. എന്താ, മക്കൾ തനിച്ചാണോ വീട്ടിൽ? അല്ല, എൻ്റെ അമ്മ വന്നിട്ടുണ്ട്. എന്നാലും ലേറ്റ് ആകുന്നതിന് മുന്നേ എത്തണം വീട്ടിൽ. രാത്രി 8 മണി കഴിഞ്ഞ് അവിടുന്ന് പോരുമെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. നീ ഇരുത്താൻ സമ്മതിച്ചില്ലല്ലോ അവിടെ. അതാ ഞാൻ നേരത്തെ ഇറങ്ങി. അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആകെ ഒരു ചായ മാത്രം കുടിച്ചിട്ടാണ്. സാരമില്ലടി, ഇനി ഇതുപോലെ കാണാൻ പറ്റില്ലല്ലോ. പകല് വേറെ ഒരു ദിവസം അവളുടെ വീട്ടിൽ പോകാമല്ലോ നിനക്ക്. നീ ഒരു കാര്യം ചെയ്യ്, വണ്ടി എടുത്തു നമുക്ക് അല്പം മുന്നോട്ട് പോയി നിർത്തിയിടാം. ഡാ, അതൊന്നും വേണ്ട. അതെ, വഴിയാണ്, ആൾക്കാർക്ക് സംശയം തോന്നാൻ പണിയാകും. നമുക്ക് പിന്നെ ഒരു ദിവസം കാണാമല്ലോ. ഞാൻ നിന്റെ വീട്ടിൽ വരാം പകലൊരു ദിവസം. ഡി, വേഗം പോകാം, വഴി സൈഡിൽ ഇടേണ്ട, ഇത് അല്പം മാറി എവിടെയും വണ്ടി ഇടാമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി മുന്നോട്ടെടുത്തു. അവൻ വലത്തേ കൈ എൻ്റെ തുടയിൽ വെച്ച് തടവി. നീ നേരിൽ കാണാൻ നല്ല ഭംഗിയാണല്ലോടി, ഞാൻ ഇത്രയും കരുതിയില്ലാട്ടോ. അതെന്താടാ, നീ ഓൺലൈൻ വരുമ്പോൾ എന്നെ കാണാറുള്ളതല്ലേ? ഒന്നുമില്ലടി, നേരിട്ട് അടുത്തിങ്ങനെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല മോളേ. അങ്ങനെ ഇപ്പോൾ മോൻ സഹിക്കേണ്ട. അതെ, എനിക്ക് പെട്ടെന്ന് പോകണം. ഞാൻ പറഞ്ഞല്ലോ പകലൊരിക്കൽ വരാമടാ, പ്ലീസ്. ഡി, ഇന്ന് കണ്ട സ്ഥിതിക്ക് നീ വേഗം എനിക്കൊന്ന് എന്തേലും ചെയ്തു തന്നിട്ട് പോ. എന്നിട്ട് നമുക്ക് പിന്നെ പകലൊരിക്കൽ അടിച്ചു പൊളിക്കാം. എൻ്റെ പൊന്നു ചെക്കാൻ്റെ സമ്മതിക്കില്ലല്ലോ. ഡി, ഒന്ന് പ്ലീസ്, നീ സമ്മതിക്ക്. അവൻ വണ്ടി ഒരു ഒഴിഞ്ഞ റോഡിലോട്ട് ഇറക്കാൻ പറഞ്ഞു. കാണിച്ചു തന്നു. അല്പം ചെന്നപ്പോൾ ഒരു തോട്ടത്തിന്റെ സൈഡിൽ നിർത്തിച്ചു. ഞാൻ വണ്ടി ഓഫാക്കി. അപ്പോഴേക്കും അവൻ എന്നെ ഇറുകി കെട്ടിപ്പിടിച്ചു. ഞാൻ അവനെ തലയിലൂടെ കൈകൊണ്ട് പിടിച്ചു. അവന് എന്നെ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, പക്ഷേ വണ്ടി കാരണം ഒന്നും അങ്ങോട്ട് തൃപ്തികരമാവുന്നില്ല. പെട്ടെന്ന് ദൂരെ നിന്നും ഒരു വണ്ടി വരുന്നതിന്റെ വെട്ടം കണ്ടു. ഞാൻ ഉടനെ അവനെ പിടിച്ചു മാറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് മുന്നോട്ടെടുത്തു. അവര് ഞങ്ങളെ കടന്നുപോയി. അവനോട് ഇനി പിന്നൊരിക്കലാകാമെന്ന് പറഞ്ഞ് അവൻ പക്ഷെ സമ്മതിച്ചില്ല. നീ എത്ര നാളായി കാണാൻ കാത്തിരുന്നതാ, നമുക്ക് വേഗം പോകാം. അതിനു മുന്നേ എൻ്റെ ചക്കര എനിക്കൊന്ന് എന്തേലും ചെയ്തതാ. അയ്യടാ, ഇയാളുടെ ആഗ്രഹം കൊള്ളാമല്ലോ. അതൊന്നും പറ്റില്ലടാ. ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ നിന്നെ ഒന്ന് സന്തോഷിപ്പിക്കാം, അത്ര തന്നെ. അല്ലാണ്ട് ലേറ്റ് ആയാൽ അമ്മ വഴക്കുണ്ടാക്കുമ്പോടാ. ശരി, നീ അങ്ങനെയാണല്ലോ എന്നെ പറ്റിയിട്ട്. ഇത്രയും കാലം നിന്നെ കാത്തിരുന്നിട്ട് നീ എനിക്ക് ഇതാണല്ലോ തരുന്നേ അല്ലേ? അതുകൊണ്ടല്ല മോനെ, ഇപ്പോൾ വേണ്ട. ഒന്നാമത് വഴിയാണ്, ആരേലും വന്നാൽ കാണും. ഞാൻ എന്താ നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവട്ടെ? എന്നാൽ ഒരു അടിപൊളി സ്ഥലമുണ്ട്, കുറച്ച് മുമ്പിലേക്ക് പോയിട്ട് നീ വണ്ടി ഒതുക്കിയിട്. എന്നിട്ട് നമുക്ക് വശത്തുള്ള റബ്ബർ തോട്ടത്തിലൂടെ കുറച്ച് നടന്നാൽ ഒരു വില്ല പ്രൊജക്റ്റ് ചെയ്യുന്ന സ്ഥലത്തെത്താം. അത് പണിയൊക്കെ നിർത്തി ആകെ കാട് കയറി കിടക്കുന്നിടമാണ്. അവിടെ പോകാം നമുക്ക്. എൻ്റെ പൊന്നുണ്ണി, ഇതൊക്കെ നോക്കി വെച്ചേക്കുകയാണല്ലേ. അവിടെ പോയാലും ഞാൻ എന്തൊക്കെയാ എനിക്കൊന്നും അറിയില്ല. അത് കുഴപ്പമില്ല പൊന്നെ, എനിക്ക് നീ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കിത്താ. ഞാൻ അവന് പറഞ്ഞെടുത്ത് വണ്ടി ഒതുക്കി. എൻ്റെ മൊബൈൽ ഞാൻ സൈലന്റ് ആക്കി ബാഗിൽ വെച്ച്, എന്നിട്ട് അതെടുത്ത് പുറകിൽ സീറ്റിലിട്ടു. പുറത്തിറങ്ങി ഞങ്ങൾ വാതിൽ ലോക്കാക്കി അടുത്തുള്ള തോട്ടത്തിൽ കയറി. എന്നിട്ട് റോഡിനോട് ചേർന്ന് അല്പം മുൻപിലേക്ക് നടന്നു. അപ്പോൾ ഒരു കാട് കയറിയ പറമ്പ് കാണാം. അതിൽ കുറെ വീടുകൾ പണി പകുതിയാക്കിയിട്ടിരിക്കുന്നു. എല്ലാം ആകെ കാട് കയറിയിരിക്കുകയാണ്. ഞങ്ങൾ നടന്നു ആ പറമ്പിലെ കയ്യാലിയുടെ അടുത്തെത്തി. അവൻ ആദ്യം കയറി, എന്നിട്ട് അപ്പുറത്തേക്ക് ഇറങ്ങി. അപ്പുറത്ത് അല്പം താഴ്ചയുണ്ടായിരുന്നു. അവൻ എന്നോട് അവൻ്റെ തോളിൽ കൈ പിടിച്ച് ചാടി ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ചാടി ഇറങ്ങിയപ്പോൾ അവൻ വീഴാതെ വട്ടം പിടിച്ചു. ഞാൻ അവൻ്റെ കരവലയത്തിലൂടെ ഊർന്നിറങ്ങി. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. ചെറിയ നിലാവെളിച്ചത്തിൽ ഞങ്ങൾ ഒരു വീടിന്റെ മുന്നിലെത്തി. റോഡിൽ നിന്നും നാലാമതായുള്ള വീടായിരുന്നു അത്. റോഡിലൂടെ ആരേലും വന്നാലും അങ്ങോട്ടും കാണാൻ പറ്റുകയില്ല. ഞാൻ ഉടനെ ഓടി അകത്ത് കയറി. അവന് പുറകെ കയറി വന്നു. ഞങ്ങൾ അകത്ത് കയറി വീടിനകം മുഴുവൻ നോക്കി.
താഴത്തെ നിലയിൽ മുഴുവൻ പാറപ്പൊടിയും കട്ടകളും ഒക്കെ കൂടി ഇട്ടിരിക്കുകയായിരുന്നു. മേലേക്കുള്ള സ്റ്റെപ്പ് അവൻ ചൂണ്ടിക്കാണിച്ചിട്ട് മേലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ മുകളിലത്തെ നിലയിലേക്ക് കയറി. അവിടെ 2 മുറികളുണ്ടായിരുന്നു. ഒരു മുറിയിൽ നിന്ന് നോക്കിയാൽ റോഡിൽ നിന്നും അവിടേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുമായിരുന്നു. അവൻ വന്നെന്നെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു. ഡാ, ഇവിടെ എങ്ങാനും ആരും വരികയില്ലല്ലോ അല്ലേ? ഇല്ലടി, ആരും വരില്ല, നീ പേടിക്കണ്ട. പിന്നെ അവിടെ ഞങ്ങൾ 2 പേരും അടിച്ചു പൊളിച്ചു. ഞങ്ങളുടെ 2 പേരുടെ ആഗ്രഹങ്ങളും ഞങ്ങൾ അവിടെ തീർത്തു. എന്നിട്ട് കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഞങ്ങളുടെ സ്വപ്നങ്ങളും സങ്കടങ്ങളും എല്ലാം പങ്കുവച്ചു. പിന്നെ കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വേഗം പോയി. ഞാൻ അവനെ അവൻ്റെ വീട്ടിലേക്ക് ഇറക്കി വിട്ടു. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയപ്പോൾ ലേറ്റായതിന് അമ്മ വഴക്ക് പറഞ്ഞു. ഞാൻ വേഗം പോയി കുളിച്ച് ഡ്രസ്സ് മാറി വന്നു ഫോൺ എടുത്ത് അവനോട് എത്തിയെന്ന് മെസ്സേജ് അയച്ചു. പിന്നെ ഞങ്ങൾ ഒരു ദിവസം ഉടനെ വീണ്ടും കാണാൻ തീരുമാനിച്ചു. അവൻ എന്നോട് കൂട്ടുകാരുടെ വീട്ടിൽ പോകുവാണെന്ന് പറഞ്ഞ് പകൽ അവൻ്റെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവൻ്റെ വീട്ടിൽ വെച്ച് കളിച്ചു. അതിനെ പിന്നൊരിക്കലാവാം. അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.